എനിക്കൊരു ദർശനമുണ്ട്. അച്ഛൻ്റെ സ്വരത്തിൽ എന്നോട് പറയുകയാണ്, നാളെ മനു ഇത്ര മിനിറ്റിനുള്ളിൽ തീർക്കണം പ്രസംഗം, ആമുഖമൊന്നും വേണ്ട, നേരെ തുടങ്ങിയണം. അപ്പം ഞാനത് കേട്ടു, ഉറങ്ങി. രാവിലെ എന്നിട്ടിപ്പോൾ ഡാഡി ചോദിച്ചു, എന്തിനാണ് അച്ഛൻ ഇന്നലെ വിളിച്ചത്? അപ്പോൾ അത് ദർശനമല്ലായിരുന്നു, അച്ഛൻ വിളിച്ചതാണ്. അതുകൊണ്ട് ആമുഖം ഞാൻ അവസാനം സമയമുണ്ടേ പറയാം. ഇന്ന് ഏവങ്കേലിയനായിട്ട് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അത് യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ച ആ ഭാഗം. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു 8-9 വയസ്സ് കാണും. അന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പഠിച്ചതും. അപ്പം അവിടെ എൻ്റെ അമ്മാച്ചൻ്റെ മക്കളുമുണ്ട്. അപ്പം ഞാനും എൻ്റെ അമ്മാച്ചൻ്റെ ഒരു മോനുമായിട്ട് 1 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല കീരിയും പാമ്പും പോലെ, ചില സമയത്ത് ചക്കരയും കീരയും പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പിന് ഒരു കുറവില്ല. അപ്പം അവനെ എനിക്ക് അന്നൊരു നിഷ്കളങ്ക ഭാവവും അവന് ഒരു ടഫ് ലുക്കുമായിരുന്നു. അതുകൊണ്ട് ആൾ ശുദ്ധനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ആദ്യമേ അവനെ നോക്കണം. പക്ഷേ ഞാനായിരിക്കും ഒരു പക്ഷെ ആ പ്രശ്നത്തിനെല്ലാം കാരണം. അപ്പം ആ കാലത്ത് ഇവൻ ചെയ്യുന്ന എന്തും എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത, ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്തെങ്കിൽ എനിക്കൊരു കുറച്ചിലാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക്. അപ്പം ആ സമയത്ത് അവന് സൈക്കിൾ ചവിട്ടാണെങ്കിൽ, അപ്പം ഞാൻ സൈക്കിള് കണ്ടിട്ടുണ്ട്, ചവിട്ടുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല. അപ്പം ഇവൻ സൈക്കിൾ ചവിട്ടുവാണ്. അപ്പം ഇവൻ എന്നെ പുച്ഛിച്ച് ഒരു ചോദ്യം, നിനക്കറിയാമോ സൈക്കിൾ ചവിട്ടാൻ അറിയാമോ? ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പണ്ട് ചവിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പം 8-9 വയസ്സേ ഉള്ളൂ. അപ്പം നീ ഒന്ന് ചവിട്ടി കാണിച്ചിരുന്നു. അപ്പം ഞാൻ കയറിയിരുന്നു, ചവിട്ടി, സൈക്കിളോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ആ ഒരു അന്നത്തെ അഹങ്കാരം കാരണം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ മറന്നുപോയി, ഞാനിത് ചവിട്ടിയിട്ടുള്ളതാണ്. എനിവേ ഇവനപ്പം കളിയാക്കുന്നുണ്ട്, നിനക്ക് അറിയത്തില്ല, നീ അതങ്ങ് സമ്മതിക്കും, ഞാൻ വേണം പഠിപ്പിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. നേരം ഞാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം ചവിട്ടാന്ന് പറഞ്ഞു. ഞാനൊന്ന് ചവിട്ടി. അവിടെ ഒരു സിമെൻ്റ് സ്ലാബുണ്ട്, അവിടോട്ട് വീണ് എൻ്റെ ഒരു സൈഡിലെ തൊലി മൊത്തം അങ്ങ് പോയി. എനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, സൈക്കിൾ ഓടിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചപ്പോഴും ഇതുപോലെ എന്നാൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നു. അപ്പോൾ എനിക്കറിയാമെന്നുള്ളൊരു കാരണത്തിൽ ഞാൻ പോയി എടുത്തിട്ട് ബെറ്റിവില്ലയുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇട്ടൊന്ന് വട്ടം ചുറ്റിയത്. അപ്പം അവിടെ ഒരു മതിലയിൽ തേച്ചിട്ടില്ല. പണ്ട് എൻ്റെ സൈഡാണ് പറഞ്ഞെങ്കിൽ ഈ സമയത്ത് വല്ലവരുടെയും സ്കൂട്ടറിനൊന്നും പറ്റരുത്. തിരിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി തിരിഞ്ഞു പോയി. കയ്യെ അവിടോട്ട് ഇരുന്നങ്ങ് കുഴഞ്ഞു, ആ ചെങ്കല്ലയിലോട്ട് വെച്ച് ഇങ്ങനെ കുഴഞ്ഞു, ഇവിടെ മൊത്തം പോയി. അപ്പം അവിടെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങൾ ശീലിച്ച് അങ്ങനെയാണ് നമ്മൾ എക്സ്പേർട്ടാണ്. എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. പക്ഷേ കാറ് വീട്ടിലുണ്ട്. അത് മമ്മിയുടെ വീട്ടിൽ നിന്ന് ഒരു പഴയ അംബാസഡർ കാർ അവിടെ എടുക്കണം. കാറുണ്ട്, ഡ്രൈവറില്ല. അപ്പം കല്യാണത്തിന് എല്ലായിടത്തും പിടിക്കാനും എല്ലാം പോകണം. അപ്പം ഒരാൾ പറഞ്ഞു, ഓക്കെ, നമ്മുടെ അന്ന് സ്ഥിരമായിട്ട് ഓട്ടോ വിളിക്കുന്ന ഒരാളുണ്ട്, പുള്ളി നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവം, നല്ല ആ പുള്ളിയെ വിളിക്കാം. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പുള്ളിക്ക് കാർ ഓടിക്കാൻ അറിയാം. അപ്പം എല്ലാം പറഞ്ഞില്ല, പുള്ളിയും പറഞ്ഞു പണ്ട് ഓടിച്ചിട്ടുണ്ട്. അന്നും ഈ എൻ്റെ കസിനുണ്ട്, എൻ്റെ അമ്മച്ചൻ്റെ പോകുന്നുണ്ട്. അന്ന് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്.
അപ്പം ഇദ്ദേഹം വന്നു. ഇദ്ദേഹം ഡാഡി പറഞ്ഞാൽ നീ ഒന്ന് ട്രയൽ എടുത്തിട്ട് വാ. അപ്പം ഞാൻ എന്തായാലും മുന്നിൽ പോയി നിന്ന് സാഹസമൊന്നും കാണിക്കാൻ പോയി. കല്യാണം എടുത്തിരിക്കും. അപ്പം ഞാൻ പുറയിലത്തെ സീറ്റിലായിരുന്നു. എൻ്റെ കസിൻ വിനു അവൻ ഫ്രണ്ടിൽ ഇരുന്നു. ഇദ്ദേഹം താക്കോൽ മേടിച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൈ നല്ലതായിട്ട് വിറയ്ക്കുന്നു. അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. പുള്ളി ഡ്രൈവർ സീറ്റിലോട്ട് കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല. അപ്പം വിനു അത് സ്റ്റാർട്ട് ചെയ്തു. കാറ് പുള്ളി ആക്സിലേറ്ററും എല്ലാം കൊടുത്തു. അവിടെ ഞങ്ങൾക്കൊരു ചെറിയ മതിലുണ്ട് വീട്ടിൽ. ആ മതിലുള്ളതുകൊണ്ട് വണ്ടി അവിടെ ഇടിച്ച് നിന്നു. അല്ലെങ്കിൽ അപ്പുറത്തെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നേനെ വണ്ടി. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ പുള്ളി നല്ല സ്വഭാവം, നല്ല മനുഷ്യനാണ്. പക്ഷെ നല്ല മനുഷ്യനായ ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ ചിന്തയിൽ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നത് എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആരാധിക്കണം, അതിനെപ്പറ്റി കർത്താവാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് ആദ്യമേ അവളോട് ഇടപെടുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞെങ്കിൽ ഭർത്താവില്ല. അപ്പം കർത്താവ് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല, നീ 5 പ്രാവശ്യം കല്യാണം കഴിച്ചു, 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവ്. അതായത് കർത്താവ് പോലും പറയുവാണ്, കൂടെ താമസിക്കുന്നു. ഇന്നത്തെ ഒരു ട്രെൻഡുണ്ട്, കൂടെ താമസിക്കുന്നു എന്ന് വെച്ചാൽ അതൊരു വിവാഹബന്ധമല്ല, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വിവാഹബന്ധമല്ല. പക്ഷെ ഇന്ന് കർത്താവ് അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ആ ശബരിക്കാരി സ്ത്രീ കർത്താവിൻ്റെ ആ താടിയൊക്കെ കണ്ടിട്ട് ചോദിക്കും, ജോൺ ബ്രിട്ടാസ് അല്ലേ ചാനലിൽ നിന്ന് അവർക്കാണ് ഇപ്പോൾ പ്രവചനപരം കൂടുതൽ. അതായത് ശബരിക്കാരി സ്ത്രീ 3ാമത്തെ കല്യാണം കഴിച്ചാൽ മതി, അവർ 4ഉം 5ഉം കല്യാണം 6ാമത്തെ കാര്യം അവർ പ്രവചിച്ചിരിക്കും. തമാശയാണ്, ചിരിക്കുക. പണ്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിലാണ് താമസിക്കുന്നത്. അവിടെ ഈ സ്കോട്ടിഷുകാർ തമ്മിൽ അവർ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരെന്ന് പോലും മനസ്സിലാകുക. ഞാൻ ചില സമയത്ത് പറയും, തമാശയാണ് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറയണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് അതുപോലെ ആയപ്പോൾ തോന്നും. അപ്പോൾ ശബരിക്കാരി സ്ത്രീയോട് പറയുന്നു എങ്ങനെ നമസ്കരിക്കണം. കർത്താവ് പറയുന്നു, ആത്മാവിലും സത്യത്തിലും തന്നെ നമസ്കരിക്കണം. നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്? 3 കാരണങ്ങൾ ഞാൻ പറയും. ഒന്ന്, കർത്താവാണ് അങ്ങനെ പറയുന്നത്, യേശുവാണ് അങ്ങനെ പറയുന്നത്. യേശുവാണ് വചനം, വചനം ദൈവമാകും. അതിൻ്റെ മുകളിലോട്ടൊരു ചോദ്യമില്ല. യേശുവാണ് പറയുന്നത്, അതാണ് ശരി, വചനം സത്യമാണ്. 2, പിതാവ് അങ്ങനെയുള്ള ആരാധനയാണ് ആഗ്രഹിക്കുന്നത്. അത് കർത്താവ് പറയുന്നത്, പിതാവ് ഇങ്ങനെയുള്ള ആരാധനയാണ് ആഗ്രഹിക്കുന്നത്, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധന എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. മൂന്ന്, അതാണ് ട്രൂ വേർഷിപ്പ്. സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കണം. ട്രൂ വേർഷിപ്പേഴ്സ് മസ്റ്റ് വേർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ഇനി ശമരിയക്കാരി സ്ത്രീ ചോദിച്ചത്, അപ്പം ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് കർത്താവ് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ശമരിയക്കാരും യഹൂദരും എന്ന് പറഞ്ഞാൽ നല്ല ശത്രുതയുള്ളവരാണ്. അതിൽ യഹൂദർ അവരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സങ്കര ജാതി പോലെയാണ്. അവർ ശരിക്കും യഹൂദരല്ല എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നത്. അവർ തമ്മിലൊരു ശത്രുതയാണ്. അപ്പം യേശു ഇങ്ങനൊരു കാര്യം അവളെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുകയാണ്, നീ പ്രവാചകനാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ യഹൂദനായ നീ എന്നോട് പറയണം. ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു, ഈ മൗണ്ട് ഗാരിസൺ
ഈ മലയിൽ വേണം ആരാധിക്കാമെന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു വരും. നിങ്ങൾ പറയുന്നു യെരുശലേമിലാണ് ആരാധിക്കേണ്ടത്. അപ്പോഴാണ് കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കർത്താവ് പറയുന്നത് ഈ മലയിലും അല്ല, യെരുശലേമിലും അല്ല ആരാധിക്കേണ്ടത്. ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ ആരാധന ശരി. കർത്താവ് പറയുന്നു നിങ്ങൾ ആരാധിക്കുന്ന എന്തുവാണെന്നോ ആരാണെന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് യഹൂദർക്ക് അറിയും ആരെയാണ് ആരാധിക്കുന്നതെന്നുള്ള അറിയും. അപ്പോൾ ശമരിയക്കാരി സ്ത്രീ അല്ലെങ്കിൽ ശമരിയർ എന്ന് പറയുന്നത് ഈ മലയിൽ പോകുന്നു, ഇവർ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു. പക്ഷെ അവിടെ അവരാരെ ആരാധിക്കുന്നത് പോലും അവർക്കറിയത്തില്ല. പണ്ട് ഏതോ തമാശയിൽ ആരോ പറഞ്ഞ പോലെ ഒരുത്തൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി. അപ്പോൾ അവനോട് ചോദിച്ചു, എന്താ പറ്റിയാണ് ഈ പ്രാവശ്യം കോപ്പി അടിയൊന്നും നടന്നില്ലേ? കോപ്പി അടിച്ചു, എൻ്റെ മുന്നിലുള്ളവനും ജയിച്ചു, എൻ്റെ പുറകിലുള്ളവനും ജയിച്ചു, ഞാൻ തോറ്റുപോയത്. അപ്പോൾ ഞാൻ എന്നാ കാര്യം? അതിൻ്റെ മുന്നിലിരുന്നവനും പുറകിലിരുന്നവനും എക്കണോമിക്സ് ആണ്, ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാം. വേറെ ഇപ്പോൾ ശമരിയക്കാർ ചെയ്തതാണ്, യഹൂദരുടെ ആരാധന അവർ കോപ്പി ചെയ്യും. പക്ഷെ അവരാരെ ആരാധിക്കുന്ന പോലും അവർക്ക് അറിയത്തില്ല. അത് ലൊക്കേഷൻ. ഇനി യഹൂദർ ആരാധിച്ച നോക്കാം. യഹൂദർക്ക് അറിയാം എന്ന് പറയും. പക്ഷെ യഹൂദന് അറിയേണ്ടെന്ന് കർത്താവ് അവരുടെ മുന്നിൽ വന്നിട്ട് പോലും അവർ കർത്താവിനെ പിടിച്ച് പുറത്താക്കുക ചെയ്യും. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന റഷ്യ വന്നിട്ടും ആദ്യമേ കർത്താവ് അത് പറഞ്ഞിട്ട് പോലും കർത്താവിനെ എടുത്തുകൊണ്ട് വെളിയിൽ കളയുക. അവരുടെ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ദൈവമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ പുറമേയുള്ള കാര്യം, പരീക്ഷന്മാരുടെ കാര്യം കർത്താവ് പറയുന്നത് യശയ്യാവ് നിങ്ങളെ പറ്റി പ്രവചിച്ചത് ശരി, നിങ്ങൾ അധരം കൊണ്ടും ഒക്കെ നിങ്ങൾ നല്ലതായിട്ട് പറയും, ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നകന്ന. അപ്പോൾ അന്നും ദൈവം ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ പുറമേയുള്ള കാര്യങ്ങളല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആരാധന. അവർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് അവർക്ക് അറിയാമെങ്കിൽ പോലും അവർ പുറമേ എല്ലാം വിശുദ്ധിയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ അകത്ത് വെള്ളയടിച്ച് ശവക്കല്ലറ പോലെ അകത്ത് മൊത്തം ക്ഷീണത. എന്നാൽ ഇന്ന് ദൈവം പറയുന്നത് സ്ത്രീയെ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ശമരിയക്കാരി സ്ത്രീയോട് പറയാം, സ്ത്രീയെ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അവിടെയുമല്ല യെരുശലേമിലും അല്ല നമസ്കരിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടുന്ന സമയം വന്നുമിരിക്കും. ഇതെപ്പോഴാണ് പറഞ്ഞത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നതിന് ശേഷം ആ ഒരു സിസ്റ്റമേ മാറി. അങ്ങനെയല്ല, ലൊക്കേഷന് ഇമ്പോർട്ടൻസ് ഇല്ല, എവിടെയാണ് വർഷിപ്പ് ചെയ്യുന്നതെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനിയും ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലുമാണ്. ഇനി ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ് ശമരിയക്കാരി സ്ത്രീ ചോദിച്ചത്. കർത്താവ് പറഞ്ഞത് പിതാവിനെ ആരാധിക്കുക. കർത്താവ് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ശരിക്കും കുഞ്ഞുങ്ങളാക്കുക ചെയ്യും. കുഞ്ഞുങ്ങൾ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. 2, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന വചനം അത് ആത്മാവാകുന്നു, അതാകുന്നു ജീവൻ. യേശു യോഹന്നാൻ 6:63 ഞാൻ സംസാരിക്കുന്ന വചനം അതാകുന്നു ആത്മാവ്, അത് ജീവനുമാകുന്നു. അപ്പോൾ ആത്മാവിൽ നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ പറയുന്നത്? ആത്മാവിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ആത്മാവിൽ നമ്മൾ കുഞ്ഞുങ്ങൾ യേശുവിനെ പോലെ, 1 യോഹന്നാൻ 4:17 യേശുവിനെ പോലെയാണ്. യേശുവിനെ പോലെയാണ് പിതാവ് നമ്മളെ കാണുന്നത്, കുഞ്ഞുങ്ങളെ പോലെ, സ്വന്തം കുഞ്ഞിനെ പോലെ. ഇനി ഇത് യേശുവിൻ്റെ കാലത്ത് യേശു ഇത് മാതൃകയാക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. 5 അപ്പവും 2 മീനും യേശു വിളമ്പിയപ്പോൾ അതിന് മുമ്പേ, ആ 5000 പേർക്ക് കൊടുക്കുന്നതിന് മുമ്പേ യേശു അതിനു വേണ്ടി നന്ദി പറയുന്നു. യേശു ഉയരത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു ബ്ലെസ് ചെയ്തു.
യേശു കണ്ടത് ആത്മാവിൽ. അത് 5000 പേർക്ക് കൊടുക്കുന്നതും 12 കൊട്ട നിറച്ചെടുക്കുന്നു. അതിന് നന്ദി പറഞ്ഞു. ആത്മാവിൽ ആദ്യമേ സംഭവിക്കുന്നു. അത് ഭൗതികമായിട്ടല്ല. നമ്മൾ ഭൗതികമായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നന്ദി പറയുകയല്ല ചെയ്തത്. ആത്മാവിൽ അത് കാണുക എന്നുള്ളതാണ് വിശ്വാസം. വചനപ്രകാരം ആത്മാവിൽ കാണും, അതിന് നന്ദി പറയും. അത് അവിടെ ഒരു വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയും ചെയ്യും. അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം. വിശ്വസിച്ചിട്ട് അത്ഭുതങ്ങളുണ്ടാകും. ആത്മീയ സത്യങ്ങൾ എന്തെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിനെ പോലെ ആക്കി എന്നുള്ളത് ആത്മാവിൻ്റെ സത്യമാണ്. ആ രീതിയിൽ വേണം നമ്മൾ ഇടപെടാൻ. ജഡത്തിലല്ല. ജഡത്തിലെ നമ്മുടെ കുറവുകൾ, നമ്മുടെ മനസ്സിലെ കുറവുകൾ, നമ്മുടെ ചിന്തകളിലെ കുറവുകൾ അങ്ങനെ ആരാധിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ആരാധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ആത്മാവിൽ നമ്മൾ യേശുവിനെ പോലെയാണ്. ആ രീതിയിൽ നമ്മൾ കാണണം. അതാ വിശ്വാസം. അത് വചനപ്രകാരമുള്ള വിശ്വാസം. ഇനി ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ യേശു പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ നന്ദി പറയുന്നു. അതായത് ലാസർ ഉയർക്കുന്നതിന് മുമ്പേ തന്നെ, എന്തിനാ ലാസർ മരിക്കുന്നതിന് മുമ്പേ തന്നെ, മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഐ എം ഗ്ലാഡ്, ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലാതെ ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ കർത്താവിന് പ്രിയമുള്ള ഒരാൾ മരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നത്? സന്തോഷിക്കുന്നു. കർത്താവ് അവിടെ കണ്ടത് ലാസറിനെ ഉയർക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട് തന്നെ യേശുവിനെ ക്രൂശിക്കുവാൻ പെട്ടെന്ന് യഹൂദർ തീരുമാനിക്കുകയാണ്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അനേകം പേർ, നമ്മൾ ഉൾപ്പെടെ, അവിടെ ഉയർത്തുകയാണ് ചെയ്തു. നമ്മൾ യേശുവിനോടുകൂടെ മരിക്കുകയും യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം യേശുവിനോടുകൂടെ ഉയർത്തുകയും ചെയ്യും. ഇത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സന്തോഷിക്കുന്നു. ഇത് ശിഷ്യന്മാരുടെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇതിനെക്കുറിച്ച് നല്ലപോലെ വെളിപാട് കിട്ടിയിട്ടുള്ള പൗലോസാണ് റോമറിൽ ജഡികമായിട്ടുള്ള ചിന്തകൾ കർത്താവിന് ശത്രുത്വമാകുന്നു. ജഡികമായിട്ടല്ല നമ്മൾ കർത്താവിനെ ഇതിൻ്റെ റോമറിൽ പറയുന്നു. ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ മൈൻഡഡ്നെസ്, ലൈഫ് ആൻഡ് പീസ്. ആത്മീയ ചിന്ത എന്ന് പറയുന്നത്, വചനപ്രകാരമുള്ള ചിന്ത എന്ന് പറയുന്നത് ജീവൻ, സമൃദ്ധമായ ജീവനും സമാധാനവും, ഷാലോം പീസ്. ഇത് പൗലോസാണ് പറയുന്നത്. ഗലാത്യറിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, പൗലോസ് സ്ത്രീയ ഭാഗ്യവാൻ ചൊല്ലിയിരുന്നു, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതോൾ, ഇതെല്ലാം ഗലാത്യറിൽ പറയുന്നത്. ഗലാത്യറിൽ പറയുന്നതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ ദാസരെ പോലല്ല, മക്കളെ പോലാണ്. നിങ്ങൾ ഇനിയും ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, നിങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. അബ്ബാ പിതാവേ, അബ്ബ എന്ന് പറഞ്ഞാൽ ഡാഡി, ഏറ്റവും പ്രിയമുള്ള രീതിയിൽ സ്വന്തം അപ്പനെ വിളിക്കുന്ന കാര്യമാണ് പറയുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾക്കുള്ളത്. ഇനി മേലിൽ നിങ്ങൾ അങ്ങനെയുള്ള ബോണ്ടേജ് പോകരുത്. ഒരു ദാസ്യത്വത്തിൻ്റെ ഒരു ദാസരാണെന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകരുത്. കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളെ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾക്ക് തന്നേക്കും. എബ്രായർ 9:10 എന്നിട്ട് പറഞ്ഞേക്കുന്നത്, പണ്ട് എബ്രായർ 9:10 കമ്പാരിസൺ ആയിട്ട് പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇപ്പോൾ പഴയ നിയമവും പുതിയ നിയമമായിട്ട് പറയുന്ന ദൈവത്തെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അവർ നടത്തുന്നുണ്ട്. പണ്ട് മഹാപുരോഹിതന് മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ച് രക്തമായിട്ട് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഇന്ന് ഏറ്റവും വലിയവരായിക്കോട്ടെ, ഏറ്റവും വലിയ വിശ്വാസി ആയിക്കോട്ടെ, അവന് ധൈര്യമായിട്ട് സ്വർഗീയ സിംഹാസനത്തിൽ നേരിട്ട് ചെല്ലാൻ, ആത്മാക്കൾ നേരിട്ട് ചെല്ലാൻ. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ തിരുപ്പൂര്, അവിടെ തുണിയുടെ മില്ലുകൾ ഒത്തിരി ഉണ്ട്.
കുറേ തമിഴന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഈ അധികം ലേബർ എന്നിപ്പോൾ എനിക്കൊന്ന് ബംഗാളികൾ ഇവിടെ വരുന്ന പോലെ ആയിരിക്കും. അവിടെ ലേബർ ചീപ്പായതുകൊണ്ട് കൂലി വളരെ കുറവായതുകൊണ്ട് എല്ലാം അങ്ങനെയുള്ള പിള്ളേരും അങ്ങനെയുള്ളവരൊക്കെ അവിടെ ജോലി ചെയ്തു. അപ്പോൾ അന്ന് ഇവിടുന്ന് പോയ ആ പയ്യൻ പറഞ്ഞു, അവിടെ August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അപ്പോൾ ഇത് കേട്ട് നിന്നുകൊണ്ടിരുന്നൊരു തമിഴൻ പയ്യൻ പറഞ്ഞു, ഓ ഇന്ത്യയിലൊക്കെ അത് ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ എന്ന്. അതായത് തിരുപ്പൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്, ഇന്ത്യയിലാണ്. ഇവിടെ ഉള്ളവർക്ക് ഇത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. തിരുപ്പൂർ എന്നുള്ള തമിഴ്നാട്ടിൽ, ഇന്ത്യയിൽ. അവൻ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. 40-45 വർഷങ്ങൾക്ക് ശേഷമാണ്. 2000 വർഷങ്ങളായി കർത്താവ് നമ്മളെ വീണ്ടെടുത്ത്. നമ്മൾ അറിയുന്നുണ്ടോ നമ്മളുടെ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ മേലുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ദൈവാലയം നമ്മളാണ്, നമ്മൾ അറിയുന്നുണ്ട്. ബിൽഡിംഗ് അല്ല, നമ്മൾ. ദൈവരാജ്യം നിങ്ങളിൽ തന്നെ.